ലിറ്റൗട്ടിലെ ലൈറ്റ് കണ്ടെത്തി ചിരിയോടെ ബെല്ലമർത്തി തെളിയിച്ചിട്ട് ചിരിയോടെ ഡോറിൽ അടുത്തേക്ക് നീങ്ങി നിന്നു. ഡോർ തുറക്കുന്നത് നോക്കി ക്ഷമയോടെ നിന്നു. കുറേ നേരം നിന്ന ശേഷം ഡോർ തുറക്കപ്പെട്ടു. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും ജിത്തു ആളെ കെട്ടിപ്പിടിച്ചു. ജിത്തുവിൻ്റെ വർത്തമാനം കേട്ട് അമ്മ അങ്ങോട്ട് വന്നു. എടാ തെണ്ടി, എന്താ ഇപ്പോൾ ചാടി? അവനെ വിട്ടുമാറിക്കൊണ്ട് ചോദിച്ചു. ജിത്തുവിൻ്റെ വല്യമ്മയുടെ മകനായ ദീപക്കാണ് മുന്നിൽ നിൽക്കുന്നത്. പഠിത്തം എന്നും പറഞ്ഞ് നാട് ചുറ്റലാണ് ആശാൻ്റെ പണി. വീട്ടുകാർ മകനെ ഉപദേശിച്ചു മടുത്തു. പുകഞ്ഞ കൊള്ളി പുറത്തെന്ന രീതിയിലാണ് ദീപക്കിൻ്റെ അച്ഛൻ. അവന് ഈ വീട്ടിൽ ഏത് നട്ടപ്പാതിരക്കും കയറി വരാം. ആരാ ഇത്? മോനെ നീ വാ കുട്ടാ, അമ്മ ദീപക്കിനെ കെട്ടിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞു. അവൻ ബാഗും എടുത്ത് ഹാളിൽ വന്ന് സെറ്റിയിലേക്ക് ഇരുന്നു. മോനെ കഴിച്ചോ നീ? ഞാൻ എടുത്തു വെക്കാം, നീ ആകെ ക്ഷീണിച്ചു പോയി, അമ്മ ദീപക്കിൻ്റെ അടുത്തിരുന്നു കൊണ്ട് ചോദിച്ചു. അവൻ്റെ തലമുടിയിൽ തഴുകി കൊണ്ട് അമ്മ വാത്സല്യത്തോടെ നോക്കി. വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വന്നത്. കുഞ്ഞമ്മ കിടന്നോ? ദീപക് അമ്മയുടെ കയ്യിൽ പിടിച്ച് ചുംബിച്ചു കൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞു. എന്നാ പോയി കുളിച്ച് കിടക്കാൻ നോക്ക്, ബാക്കി രാവിലെ. നിന്റെ റൂം വൃത്തിയുണ്ട്. അമ്മ എണീറ്റ് അവൻ്റെ റൂമിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഓക്കെ കുഞ്ഞമ്മേ, അതൊക്കെ എവിടെ നിൽക്കട്ടെ. എവിടെ പുതിയ ആള്? ആൾക്കൊരു ചെറിയ സമ്മാനം. അവൻ ബാഗിൽ നിന്നും ഒരു പൊതിയെടുത്ത് കൊണ്ട് ജിത്തുവിനെ നോക്കി പറഞ്ഞു. അപ്പോൾ എനിക്കൊന്നുമില്ലേ? അവൻ്റെ കൂടെ ഇരുന്നു കൊണ്ട് ജിത്തു ചിരിയോടെ ചോദിച്ചു. ഉണ്ട്, തരാം. രാവിലെ ഇവിടെ ഇല്ലേ ആള്? അവൻ തിരിച്ചു ജിത്തുവിനെ നോക്കി ചിരിച്ചു കൊണ്ട് ചോദിച്ചു. ഉണ്ട്, നല്ല ഉറക്കാ, ഞാൻ പോന്നത് അറിഞ്ഞിട്ടില്ല. ഉറക്കത്തിൽ വെള്ളത്തിലിട്ടാൽ അതിൽ കിടന്നുറങ്ങും എൻ്റെ ഭാര്യ. ജിത്തു കൈകൊണ്ട് ആംഗ്യം കാട്ടി ചിരിച്ചു കൊണ്ട് പറഞ്ഞു. അതൊക്കെ നമുക്ക് മാറ്റാം, നിന്റെ റൂം പഴയത് തന്നെയല്ലേ? അവൻ പറഞ്ഞതും പൊതിയെടുത്ത് മുകളിലേക്ക് ഓടി. പെട്ടെന്നാണ് ജിത്തുവിന് ബോധം വീണത്. എൻ്റെ ദൈവമേ, വാതിൽ തുറന്ന മാനം കപ്പൽ കയറും എന്ന് മനസ്സിൽ വിളിച്ചു പറഞ്ഞ് കൊണ്ട് അവൻ്റെ പുറകെ കുതിച്ചു. ജിത്തുവിൻ്റെ ഓട്ടം കണ്ട് അമ്മ ചിരിച്ചു. അവർ തിരിഞ്ഞു ഉറങ്ങാൻ തൻ്റെ റൂമിലേക്ക് പോയി. അവൻ ജിത്തുവിൻ്റെ ആത്മജയുടെയും റൂമിൽ ഡോർ തുറക്കാൻ ഡോറിൻ്റെ പിടി പിടിച്ചതും അവൻ്റെ കയ്യിൽ ജിത്തു പിടുത്തമിട്ടു. എടാ, അവൾ നല്ല ഉറക്കത്തിലാണ്, ഞാൻ വിളിക്കാം, നീ താഴെ നിന്നോ, അവൻ അവൻ്റെ മുന്നിൽ കയറി നിന്നുകൊണ്ട് പറഞ്ഞു. അതെന്താ അങ്ങനെ? ഞാൻ ഈ റൂമിൽ കയറിയ പ്രശ്നമാണോ? ജിത്തുവിൻ്റെ വർത്താനം കേട്ട് ദീപക്ക് വിഷമം തോന്നി. എടാ, ഞങ്ങൾ ഇപ്പോൾ വരാം. അവൻ്റെ തോളിൽ കൈയിട്ട് ജിത്തു കള്ളച്ചിരിയോടെ പറഞ്ഞു. ഓ സോറിഡാ, ഞാൻ ഓർത്തില്ല. ഐ ആം റിയലി സോറി. ഞാൻ ഓർത്തില്ല. അപ്പോൾ രാവിലെ കാണാം മളിയാ. അവന് അപ്പോഴാണ് ബോധം വന്നത്. അവന് ജാളിത തോന്നി. ഓക്കേടാ, ജിത്തു അവൻ്റെ കയ്യിൽ പിടിച്ചു കൊണ്ട് പറഞ്ഞു. അപ്പോൾ മാത്രമാണ് ജിത്തുവിൻ്റെ പ്രാണനെ നേരെ വീണത്. ഗുഡ് നൈറ്റ് അവൻ പറഞ്ഞിട്ട് അവൻ വരുമ്പോൾ കിടക്കുന്ന റൂമിലേക്ക് പോയി. ഗുഡ് നൈറ്റ് അവൻ പോകും മുൻപ് ജിത്തു പറഞ്ഞിട്ട് റൂമിലേക്ക് വലിഞ്ഞു. അവൻ റൂമിൽ കയറി ബെഡിൽ കിടക്കുന്ന ആത്മജയെ കൈ അവനെ പൊതിഞ്ഞു. ഏട്ടാ, ഉറക്കത്തിൽ അവൾ വിളിച്ചിട്ട് അവളുടെ തല അവൻ്റെ നെഞ്ചിലേക്ക് കയറ്റി വെച്ചു. അവളുടെ ചുണ്ട് അവൻ്റെ ചുണ്ടിൽ ഓടി നടന്നു. എടി ഭാര്യയെ, നീ വല്ലതും അറിഞ്ഞോ? ആ ചെക്കനെ ഓടിക്കാൻ വേണ്ടി ഞാൻ പെട്ട പാട്. അവളുടെ ഉറക്കത്തിലെ പ്രവൃത്തി കണ്ട് ജിത്തു അവളെ ചേർത്ത് പിടിച്ച് ബ്ലാങ്കറ്റ് ദേഹത്തിലേക്ക് വലിച്ചിട്ട് ചിരിച്ചു കൊണ്ട് പറഞ്ഞു. വിനയചന്ദ്രൻ അമ്മയുടെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ആ വീട്ടിൽ ഒറ്റയ്ക്ക് എങ്ങോട്ടും പോവാതെ ഇരിപ്പ് തുടങ്ങിയിട്ട് 1 മാസം കഴിഞ്ഞു. അവനെ അർജുൻ ഇപ്പോൾ വിളിക്കാറില്ല. അമ്മയുടെ മരണം കഴിഞ്ഞ് ഒരിക്കൽ അർജുൻ വന്ന് വിനയചന്ദ്രനെ കണ്ടിരുന്നു. അപ്പോൾ അർജുൻ അവൻ്റെ അവസ്ഥ കണ്ട് ഒന്നും മിണ്ടാതെ പോന്നു. ബന്ധുക്കളെയെല്ലാം താനും അമ്മയും പണത്തിൻ്റെ പേരിൽ അകറ്റി നിർത്തി. എല്ലാം പണത്തിൻ്റെ ഹുങ്കായിരുന്നു. അമ്മയെ ചിതയിലെടുത്തതും ഒരു ബന്ധു പോലും ശേഷിക്കാതെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി. അവനോട് മിണ്ടാൻ ആരും നിന്നില്ല. പലരുടെയും മനസ്സിൽ വിനയചന്ദ്രൻ്റെ സ്വന്തം അച്ഛനോട് ചെയ്തത് മറന്നിട്ടില്ല. അവൻ്റെ തള്ളയുടെ അഹങ്കാരമാണ് ഇവിടെ വരെ എത്തിച്ചതെന്ന് അവർക്കറിയാം. ആർക്കും സഹതാപമില്ല. അമ്മയുടെ വിധി തന്നെയാ മകൻ്റെയും എന്ന് പലരും മനസ്സിൽ പറഞ്ഞു.
സ്വന്തം മകൾ പോലും വന്നില്ല. അന്യമതക്കാരനായ എന്നെ കെട്ടിയെന്ന് പറഞ്ഞ് താനും അമ്മയും അവളോട് ഒരു സ്നേഹവും ദയവും ഇല്ലാതെ എന്തൊക്കെ ദ്രോഹങ്ങൾ ചെയ്തു. എത്ര വട്ടം അവൾ എൻ്റെയും അമ്മയുടെയും മുമ്പിൽ കൈ കൂമ്പി യാചിച്ചതാണ്. എങ്ങനെയെങ്കിലും ജീവിച്ചോളാമെന്ന് പറഞ്ഞതാ കേട്ടില്ല. അവളെക്കൊണ്ട് ഒരു കോടീശ്വരനെ കെട്ടിച്ച് ആ സ്വത്തും കൂടി തങ്ങളിലേക്ക് വരുന്നത് സ്വപ്നം കണ്ട് ജീവിക്കുമ്പോഴാണ് അവൾക്കിഷ്ടപ്പെട്ട ഒരു ചെറുക്കനുമായി ഒളിച്ചോടുന്നത്. വൈരാഗ്യം മാത്രമായിരുന്നു അവളോട്. അവളെയും അവനെയും നശിപ്പിക്കണം. ആ ചിന്ത തലച്ചോറ് കയറിയിട്ട് അവസാനം അവനെ ഒരു കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടുക്കും വരെ ആ വൈരാഗ്യം നീണ്ടു നിന്നു. അമ്മ മരിച്ച കാര്യം വിളിച്ചു പറഞ്ഞപ്പോൾ അവളൊന്നും മിണ്ടിയില്ല. പിന്നെ ഫോൺ കട്ട് ചെയ്തു. അവൾ എന്ന് വന്നിരുന്നെങ്കിൽ അവൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. അവളുടെ കണ്ണ് ഇനി നിറയാൻ പാടില്ല. അവളുടെ ഭർത്താവിനെ താൻ തന്നെ രക്ഷിക്കണം. ഇനിയെങ്കിലും തനിക്കൊരു മനുഷ്യനായി ജീവിക്കണം. അവൻ്റെ ഓർമ്മകളിലും ചിന്തകളും കാടും മലയും കയറാൻ തുടങ്ങി. എടാ, നാളെ നമുക്ക് പോയാലോ? അവൾ വീട്ടിൽ പോയി. ഫോണിൽ കൂട്ടുകാരൻ്റെ പേര് തെളിഞ്ഞു കണ്ടപ്പോൾ ഓർമ്മകൾക്ക് വിരമമിട്ട് ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. അവൻ വിനയചന്ദ്രനോട് ചോദിച്ചു. പോണം. വിനയചന്ദ്രൻ മറുപടി നൽകി. അവൻ ആകെ ക്ഷീണിതനായിരുന്നു. ആരുടെയെങ്കിലും ഒരു താങ്ങ് വേണമെന്ന് വിനയചന്ദ്രന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരുടെ മടിയിൽ ഒന്ന് ഉറങ്ങാൻ അവൻ ഏറെ ആഗ്രഹിച്ചു. നിനക്ക് വയ്യേ? വിനയചന്ദ്രൻ്റെ ക്ഷീണിച്ച വർത്തമാനം കേട്ട് കൂട്ടുകാരൻ ചോദിച്ചു. ഒന്നുമില്ല, നീ നാളെ ഇങ്ങ് വാ. അവൻ അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. പിന്നെ എന്നിട്ട് റൂമിലേക്ക് നടന്നു. റൂമിലെത്തിയപ്പോൾ അവൻ്റെ കണ്ണുകൾ സെൽഫിൽ ഇരിക്കുന്ന ആൽബത്തിൽ അതിൻ്റെ അടുത്ത് തിരിച്ചു വെച്ചിരിക്കുന്ന ഫോട്ടോയിലും പതിച്ചു. അവൻ ഫോട്ടോ എടുത്തു നേരെ വെച്ചു. തൻ്റെ വിവാഹ ഫോട്ടോ. ദേവിയുടെ കഴുത്തിൽ താൻ താലി ചാർത്തിയ ഫോട്ടോ. അമ്മ പറഞ്ഞിട്ടാണ് അത് പുറം തിരിച്ചു വെച്ചത്. ദേവി ഒട്ടും സന്തോഷവതിയായിരുന്നില്ല. അവളെ ഒന്ന് മനസ്സിലാക്കാൻ താൻ ശ്രമിച്ചിരുന്നെങ്കിൽ തൻ്റെ ജീവിതം ഇത്ര മോശമാവില്ലായിരുന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ബെഡിലേക്ക് ഇരുന്നു കൊണ്ട് ആ ആൽബം മറിച്ചു നോക്കുമ്പോൾ ഇടക്ക് കാഴ്ചയെ മറച്ചുകൊണ്ട് കണ്ണു നിറഞ്ഞു തൂവി. അതിനെ തുടച്ചു കളഞ്ഞിട്ട് അതിലെ ഓരോ ഫോട്ടോയും അവൻ വേദനയോടെ മറച്ചു കൊണ്ടിരുന്നു. ആ വലിയ വീട്ടിൽ അവനും അവൻ്റെ വേദനയും മാത്രമായി ശേഷിച്ചു. രാവിലെ നേരത്തെ തന്നെ ആത്മജ എണീറ്റു. അവൾ പുതപ്പ് മാറ്റി ബെഡിൽ കിടക്കുന്ന ചുരിദാറിൻ്റെ ടോപ്പ് മാത്രം ഇട്ട ശേഷം ശാന്തമായി ഉറങ്ങുന്ന ജിത്തുവിനെ നോക്കി. അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ്റെ പുറത്ത് അവളുടെ നഖത്തിൻ്റെ പാടുകൾ തെളിഞ്ഞു കിടക്കുന്നു. എന്താ ഒരു പാവം. കിടപ്പ് കണ്ട ആരെങ്കിലും പറയോ പാവല്ലെന്ന്? എനിക്കല്ലേ അറിയൂ. ജിത്തുവിൻ്റെ കിടപ്പ് കണ്ട് അവൾ ചിരിയോടെ പറഞ്ഞതിന് ശേഷം കുനിഞ്ഞ് അവൻ്റെ നെറ്റിയിൽ സ്നേഹത്തോടെ ഒരു ചുംബനം നൽകി. അവൻ്റെ മുഖത്തേക്ക് ചാടിക്കിടക്കുന്ന മുടി മാറ്റി അവനെ നോക്കി. കുറച്ചു നേരം കൂടി ഇരുന്ന ശേഷം ബാത്റൂമിൽ കയറി ഡോർ അടച്ചു. കുളി കഴിഞ്ഞ് സെൽഫിൽ നിന്നും പിങ്ക് കളർ ചുരിദാർ എടുത്തിട്ടു. മുടി വിടർത്തിയ ഇട്ട ശേഷം ടവൽ കുടഞ്ഞ് സ്റ്റാൻഡിലേക്ക് ഇട്ടതിന് ശേഷം കണ്ണാടിയിൽ നോക്കി പൊട്ടു ചെപ്പിൽ നിന്നും ഒരു നുള്ള് സിന്ദൂരവും തൊട്ടു. പിന്നെ എവിടെ നിന്നില്ല. നേരെ അടുക്കളയിലേക്ക് ഓടി. അമ്മ എണീറ്റ് കാണും. അമ്മയെ സഹായിച്ചിട്ട് വേണം, കുറച്ച് പഠിക്കാനുണ്ട്. രാത്രി ജിത്തുവേട്ടൻ വന്ന മടിയാണ്. എനിക്ക് ആ നെഞ്ചിൽ കിടക്കണം, അവൾ സ്വയം പറഞ്ഞിട്ട് സ്റ്റെപ്പുകൾ ഓടിയിറങ്ങി. ജിത്തു നല്ല ഉറക്കത്തിലാണ് അപ്പോഴും. അവൾ സ്റ്റെപ്പിൽ ഇറങ്ങി ചെല്ലുമ്പോൾ അടുക്കളയിൽ ഒരു പുരുഷ ശബ്ദം. അവളൊന്ന് സംശയിച്ചു. അനിയന്മാർ ആരെങ്കിലും വന്നോ? നല്ല ഉച്ചത്തിലാണ് ചിരി. അല്ല, അനിയന്മാരല്ല, പക്ഷേ എവിടെയോ കേട്ടിട്ടുള്ള ശബ്ദമാണ്. അവൾ ആകാംക്ഷയോടെ അങ്ങോട്ട് ചെന്നു. സംസാരിക്കുന്ന ആള് അമ്മയുടെ പുറം തിരിഞ്ഞു നിന്നാണ് സംസാരിക്കുന്നത്. ആള് എന്തോ കറിക്ക് കട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് മുഖം കാണാൻ വയ്യ. അവൾ അകത്തേക്ക് കയറാൻ മടിച്ചുകൊണ്ട് പുറത്ത് തന്നെ നിന്നു. എൻ്റെ കുഞ്ഞമ്മേ, അതൊക്കെ ഒരു കാലം. എല്ലാം ഞാൻ വിട്ടു. എന്നാലും വീട്ടിൽ പുകഞ്ഞ കൊള്ളി ഞാനാണ്. പറഞ്ഞിട്ട് അയാൾ ഉറക്കെ ചിരിച്ചു. നിന്റെ ഓരോ കാര്യങ്ങൾ
ഇപ്പോൾ ജിത്തു ആളാകെ മാറി. ഒരു പ്രശ്നവുമില്ല, ഒതുങ്ങി. എൻ്റെ മിന്നുമോള് അവൻ്റെ ജീവിതം നേരെയാക്കി. നിന്നെയും കെട്ടിക്കാൻ ടൈമായി. ഒരു പെണ്ണ് വന്നാൽ എല്ലാം ശരിയാവും. അമ്മ അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് ഗൗരവത്തിൽ പറഞ്ഞു. അവൻ മണ്ടൻ. ഒരു പെണ്ണ് വന്നപ്പോൾ അവൻ ആകെ പെൺകോന്തനായി. അല്ലാതെന്താ? അവൻ വീണ്ടും ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആത്മജയുടെ നാക്ക് ചൊറിഞ്ഞു വന്നതാണ്. ആരാണെന്ന് അറിഞ്ഞിട്ട് മതി പ്രതികരിക്കുന്നത്. അവളുടെ മനസ്സ് മന്ത്രിച്ചു. എൻ്റെ ഈശ്വര, ഈ ചെക്കൻ്റെ നാവ്! നിനക്ക് നാക്ക് എൻ്റെ മോള് മിക്കവാറും പീതെടുക്കും. അമ്മ കയ്യിലേക്ക് അടിച്ചുകൊണ്ട് അല്പദേഷ്യത്തിൽ പറഞ്ഞു. പിന്നെ നടന്നത് തന്നെ, അവൻ പറഞ്ഞിട്ട് ചിരിച്ചു. നീ പറയുന്നത് പോലെയല്ല, കുറച്ച് വേദനിച്ചു. എല്ലാം ഇപ്പോളാ ഒന്ന് സന്തോഷമായി വരുന്നത്. ഇനിയൊരു ആഗ്രഹമുള്ളൂ, ജിത്തുവിന് ഒരു കുഞ്ഞ്. അതും കൂടി കണ്ടിട്ട് ചത്താലും വേണ്ടില്ല. അമ്മ അത് പറഞ്ഞു തീരും മുൻപ് കരഞ്ഞിരുന്നു. അവളുടെ നെഞ്ചിലും ആ നിമിഷം ഒരു നുറുങ്ങു വേദന തോന്നി. ഏട്ടന് ഒരു കുഞ്ഞിനെ വേണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. തൻ്റെ പിടിവാശിയാണ് പാവത്തെ തടയുന്നത്. പഠിത്തം കഴിഞ്ഞ് കുറച്ചുകൂടി അടിച്ചു പൊളിച്ച് നടന്നിട്ട് ഒരു കുഞ്ഞ്. അപ്പോൾ തനിക്കും ഒരു അമ്മയുടെ ഉത്തരവാദിത്തം ഏൽക്കാനുള്ള പ്രാപ്തിയാവും. അതാണ് അവളുടെ മനസ്സിൽ. അയ്യോ എൻ്റെ കുഞ്ഞമ്മേ, ഒരു കുഞ്ഞിനെ വേണമെങ്കിൽ അവനോട് ഇന്ന് തന്നെ പറയാം. അത് മതിയോ? അതിനുള്ള പണിയൊക്കെ അവൻ ചെയ്യുന്നുണ്ടാവും. കുഞ്ഞമ്മയുടെ കണ്ണ് നിറഞ്ഞു കണ്ടപ്പോൾ അവനും വിഷമം തോന്നി. അവനിൽ എപ്പോഴുമുള്ള ചിരിയും വർത്തമാനവും പുറത്തെടുത്തു. സ്വന്തം അമ്മയോടുള്ള ആത്മാർത്ഥ ബന്ധങ്ങളേക്കാൾ അവന് കുഞ്ഞമ്മയോടുണ്ട്. ചെറുപ്പം മുതൽ അമ്മയ്ക്ക് ഒന്നിനും സമയമുണ്ടായിരുന്നില്ല. കുഞ്ഞമ്മയാണ് തന്നെ നോക്കിയത്. താൻ എന്നും സ്വന്തം മകനായിരുന്നു കുഞ്ഞമ്മയ്ക്ക്. കല്യാണത്തിന് വരാത്തതിൽ ഏറ്റവും കൂടുതൽ വിഷമത്തോടെയും സങ്കടപ്പെട്ടതും കുഞ്ഞമ്മയാണ്. അവരുടെ കണ്ണ് നിറഞ്ഞ ദീപകിന് സഹിക്കില്ല. ഈ ചെക്കൻ, നീ ഒന്നും പറയണ്ട, അവർ എനിക്ക് തന്നോളും ഒരു അമ്പേറ്റി കുഞ്ഞിനെ. അവൻ്റെ കളിയാക്കിക്കുള്ള വർത്തമാനം കേട്ടിട്ട് കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. എന്താ ഒരു സ്നേഹം! പതിവ് ചിരി പാസാക്കി അവൻ ചെയ്തുകൊണ്ടിരുന്ന പണി വീണ്ടും തുടർന്നു. അമ്മേ! ആത്മജ പതുക്കെ മടിയോടെ വിളിച്ചു. അവളുടെ വിളി കേട്ട് ദീപക്കും അമ്മയും ഒരേ സമയം തിരിഞ്ഞു നോക്കി. ആത്മജയും ദീപക്കും കേട്ട പോലെ ഒരു നിമിഷം നിന്നുപോയി. 1000 ചോദ്യങ്ങൾ ഒരേ നിമിഷം ഇരുവരിലും ഉയർന്നു. ദീപു! അവളുടെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി. അമ്മ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനെ നേരെ തിരിഞ്ഞു നിന്നു. കുട്ടാ, ഇതാണ് എൻ്റെ മോള്, അമ്മ ഏറെ അഭിമാനത്തോടെ പറഞ്ഞു. ദീപകിനെ ചുണ്ടിലെ ചിരി മാഞ്ഞുപോയി. അവൻ്റെ കണ്ണിൽ നനവ് പടർന്നു. അത് ആരും കാണാതെ അവൻ മറച്ചു. ആണോ? അവൻ്റെ തൊണ്ട ഇടറാതെ പറഞ്ഞൊപ്പിച്ചു. മോളെ, ഇതാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ കുട്ടൻ, ബാംഗ്ലൂർ ഊരു ചുറ്റാൻ പോയവൻ. അമ്മ ആത്മജയ്ക്ക് ദീപകിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അവൾ അതിനെ ഒരു ചിരിയിൽ ഒതുക്കി. അവൻ പിന്നെ അവിടെ നിൽക്കാൻ ഇഷ്ടപ്പെട്ടില്ല. കുളിച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അടുക്കളയിൽ നിന്നും റൂമിലേക്ക് പോയി. അവൻ്റെ സങ്കടത്തിൻ്റെ കാരണം താനാണെന്ന് ആത്മജയ്ക്ക് നന്നായി അറിയാം. ആത്മജ ചായക്കപ്പുമായി റൂമിൽ ചെല്ലുമ്പോൾ ജിത്തു കമിഴ്ന്ന് കിടക്കുകയായിരുന്നു. അവൾ കപ്പ് ടേബിളിൽ വെച്ചിട്ട് ബെഡിലേക്കിരുന്നു. കണ്ണീർ അവളുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ താഴേക്ക് പതിച്ചു. വാവേ! അവൻ അവളുടെ മണം അറിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കാതെ വിളിച്ചു. ഓ! അവൾ അവൻ്റെ പുറത്തു കൂടി വിരൽ ഓടിച്ചു. ഇവിടെ വാടി! അവൻ തിരിഞ്ഞ് അവളെ നെഞ്ചിലേക്കിട്ടു. ഏട്ടാ, എനിക്ക് ഉമ്മ താ, കുറേ വേണം, അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊയ്ത്തിക്കൊണ്ട് പറഞ്ഞു. എന്തു പറ്റി എൻ്റെ കുട്ടിക്ക്? അവളുടെ സ്വരത്തിൽ എന്തോ പതർച്ച ഉള്ള പോലെ ജിത്തുവിന് തോന്നി. അമ്മ വല്ല വഴക്കും പറഞ്ഞോ? അവൻ മനസ്സിൽ ചോദിച്ചു. ഇപ്പോൾ എനിക്ക് തരുമോ ഇല്ലയോ? അവൾ കൊച്ചു കുട്ടിയെപ്പോലെ ചുണ്ടു പിളർത്തി ചോദിച്ചു. എത്ര വേണം? ഈ ഏട്ടന് എൻ്റെ കൊച്ചിനെ തരാതെ വേറെ ആർക്ക് കൊടുക്കാനാ? ആട്ടെ, എഴുതാനുള്ളത് എഴുതിയോ? അവളെ ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് പറഞ്ഞു. എഴുതാം, അവൾ താല്പര്യമില്ലാതെ പറഞ്ഞു. നിനക്ക് ഉമ്മയില്ല?
ഇന്നലെ മര്യാദയ്ക്ക് എഴുതാൻ ഞാൻ പറഞ്ഞതല്ലേ? അപ്പോൾ എനിക്ക് എൻ്റെ ഏട്ടൻ്റെ നെഞ്ചിൽ കിടക്കണം, ഉമ്മിക്കണം. എന്തൊക്കെ എന്നെക്കൊണ്ട് ചെയ്യിച്ചു. പാവം ഞാൻ, അവൻ പറഞ്ഞിട്ട് ചിരിച്ചു. ഏട്ടാ, അവിടെ കണ്ണുകൾ നിറഞ്ഞു. നിനക്കെന്താ ഒരു വിഷമമുണ്ടല്ലോ? എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ചോദ്യഭാവത്തിൽ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. ആദ്യമായാണ് ആത്മജ ഇങ്ങനെ പെരുമാറുന്നത്. സത്യം പറ, അമ്മ വല്ല വഴക്കും പറഞ്ഞോ? അവൻ അവളുടെ മുഖം കയ്യിലെടുത്ത് ചോദിച്ചു. ഇല്ല. ഏട്ടൻ എണീച്ച് ചായ കുടിക്ക്, എനിക്ക് എഴുതണം. അവൾ അവൻ്റെ കൈ പിടിച്ചു മാറ്റി എണീക്കാൻ തുനിഞ്ഞു. ആഹാ, അപ്പോഴേക്കും വഴക്കിട്ടോ? ആദ്യം എൻ്റെ പെണ്ണ് ചോദിച്ചത് തരാം. അവൻ്റെ ചുണ്ട് അവളുടെ മുഖത്തു കഴുത്തിലും മൂടി നടന്നു. അവൻ്റെ സ്നേഹം അവളിലേക്ക് ഒരു മഴയായി പെയ്തിറങ്ങി. താൻ തൻ്റെ ജിത്തുവേട്ടൻ്റെ മാത്രമാണ്. അവളുടെ മനസ്സ് മന്ത്രിച്ചു. അവൻ അവളിൽ നിന്നും അടർന്നു മാറി. അവൻ കണ്ണുകൾ അടച്ചു കിടക്കുന്ന ആത്മജയെ കണ്ടപ്പോൾ കയ്യിൽ കോരിയെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. ഞാൻ കുളിച്ചതാ ഏട്ടാ, അവൾ അവൻ്റെ കയ്യിൽ കിടന്നുകൊണ്ട് പറഞ്ഞു. ഒരു വട്ടം നമുക്ക് ഒരുമിച്ച് കുളിക്കാം, അവൻ പറഞ്ഞിട്ട് കാലുകൊണ്ട് ഡോർ അടച്ചു. എടാ, നീ വിളിച്ചപ്പോൾ ഒരു പെൺകൊച്ചിൻ്റെ കാര്യം പറഞ്ഞില്ലേ? എന്തായി കാര്യങ്ങൾ? രാവിലത്തെ പ്രാതൽ കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദീപക്കിനോട് രഹസ്യമായി ജിത്ത് ചോദിച്ചു. അതൊക്കെ വിട്, അവൾ കെട്ടി. അവൻ കയ്പ് നിർത്തി അവനോട് പറഞ്ഞിട്ട് അമ്മയ്ക്കൊപ്പം അടുക്കളയിൽ നിന്നും അങ്ങോട്ട് വരുന്ന ആത്മജയുടെ മുഖത്തേക്ക് നോക്കി. അവൾ അതിനെ പാടെ അവഗണിച്ചുകൊണ്ട് ജിത്തുവിൻ്റെ അടുത്ത് വന്നിരുന്നു. കലക്കി. അപ്പം നല്ല തേപ്പ് കിട്ടിയല്ലേ? ജിത്തു ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എന്താ തേപ്പോ? അമ്മ അവരുടെ സംസാരം കേട്ട് കാര്യം തിരക്കി. അതെ, നമ്മുടെ കുട്ടന് ഒരു പ്രേമം. അന്ന് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു. ഇപ്പോൾ ചോദിച്ചപ്പോൾ അവൾ കെട്ടിയെന്ന്. ജിത്തു അമ്മയോടും ആത്മജയോടും പറഞ്ഞു. അവൻ്റെ നോട്ടം ഇടയ്ക്ക് ആത്മജയിലെത്തി നിന്നു. അതവളിൽ ഏറെ അസ്വസ്ഥത സൃഷ്ടിച്ചു. അവൾക്ക് എൻ്റെ കുഞ്ഞിൻ്റെ സ്നേഹം അനുഭവിക്കാൻ യോഗമില്ലെന്ന് കരുതിയാ മതി, അമ്മ ദീപക്കിനോട് പറഞ്ഞു. അത്രയുള്ളൂ, അതൊക്കെ പോട്ടെ, നിങ്ങൾ പരിചയപ്പെട്ടോ? ജിത്തു പറഞ്ഞിട്ട് ആത്മജയോട് ചോദിച്ചു. ഊവ്. അവൾ ജിത്തുവിൻ്റെ നേരെ തല തിരിച്ചു കൊണ്ട് പറഞ്ഞു. ഗുഡ്. നിന്റെ സമ്മാനം എവിടെ? ജിത്തു ദീപക്കിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു. അത് റൂമിലുണ്ട്, കയ്പ് കഴിഞ്ഞിട്ടെടുക്കാം. അതുപോരെ? അവൻ ജിത്തുവിനോട് ചോദിച്ചിട്ട് എണീക്കാൻ തുനിഞ്ഞു. ചുമ്മാ പറഞ്ഞതാ, നീ അവിടെ ഇരുന്ന് കഴിക്ക്. ജിത്തു അവൻ്റെ ഇടത്തെ കയ്യിൽ പിടിച്ച് അവിടെ ഇരുത്തി. നീ എത്ര ദിവസം ഇവിടെ കാണും? അവൻ കഴിച്ചു കൊണ്ട് ചോദിച്ചു. അത് ഒരാഴ്ച. താൻ മറുപടി നൽകിയിട്ട് ആത്മജയെ ഒരു ഉള്ളി കണ്ണിട്ട് നോക്കി. അത് കണ്ടപ്പോൾ അവൾക്ക് അറപ്പ് തോന്നി. അടിപൊളി, എനിക്ക് കുറച്ച് യാത്രകളുണ്ട്. ഞാൻ ഇവളെ എങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കോളേജിൽ വിടുമെന്ന് കരുതിയിരുന്നതാ. ഞാനാണ് എന്നും കൊണ്ടുപോയി വിടുന്നത്. നീ ഉള്ളപ്പോൾ എനിക്കെന്തിനാ പേടി? ജിത്തു സമാധാനത്തോടെ പറഞ്ഞു. വിഷ്ണുവിൻ്റെ അടുത്ത് പോവാനും കേസിലിൻ്റെ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്ന് കരുതി ഇരുന്നതാണ്. അതിനൊരു പരിഹാരമായല്ലോ എന്നായിരുന്നു ജിത്തുവിൻ്റെ മനസ്സിൽ. എവിടെ പോണു ഏട്ടാ നിങ്ങൾ? ആത്മജ പെട്ടെന്ന് അവൻ്റെ നേരെ നോക്കി സംശയത്തോടെ ചോദിച്ചു. ദീപക്കിന് കൂടെയുള്ള യാത്രകൾ അവർ ഏറെ വെറുത്തു. ഇന്ദ്രൻ്റെ ഒപ്പം കുറച്ച് യാത്രയുണ്ട്. അവൻ്റെ കൂടെ എനിക്ക് പോണം മോളെ. അവനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. എന്നെ അതുപോലെ സഹായിച്ചിട്ടുണ്ട്. ജിത്തു ഒരു കൈ കൊണ്ട് ആത്മജയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ ഏട്ടൻ വന്നിട്ടേ പോകുന്നുള്ളൂ ഞാൻ. ആത്മജ അവനിൽ നിന്നും അടർന്നു മാറിക്കൊണ്ട് പറഞ്ഞു. ഇവനൊരു പാവാ. ജിത്തു ആത്മജയുടെ കുത്തി വീർപ്പിച്ച മുഖത്തേക്ക് നോക്കി പറഞ്ഞിട്ട് ഉറക്കെ ചിരിച്ചു. അവൻ്റെ ചിരി കണ്ടപ്പോൾ അവൾക്ക് കൂടുതൽ ദേഷ്യം വന്നു. അവൾ അവനെ തട്ടിമാറ്റി തിന്ന പാത്രം പോലും എടുക്കാൻ നിൽക്കാതെ കൈ കഴുകി റൂമിലേക്ക് പോയി. അവളുടെ പോക്ക് കണ്ട് ജിത്തുവിനും അമ്മയ്ക്കും ഒന്നും മനസ്സിലായില്ല. എന്നാൽ അതിൻ്റെ കാരണം ദീപകിന് മനസ്സിലായി. അവൻ്റെ ഉള്ളിൽ നിരാശയും വേദനയും തോന്നി. നിന്നെ എൻ്റെ പെണ്ണിന് പേടിയാണ്. നീ എന്താ അവളെ കണ്ണുരുട്ടി പേടിപ്പിച്ചോ? ജിത്തു അവൻ്റെ പാത്രവും അവളുടെ പാത്രവും എടുത്ത് എണീറ്റ് ചിരിയോടെ ചോദിച്ചു. പോടാ, ദീപക് മുഖത്ത് ചിരി വരുത്തി പറഞ്ഞു. പാത്രം അവിടെ വെച്ചോ?
മോൻ അങ്ങോട്ട് ചെല്ല്. നീ അവളോട് പറയാതെ പോവാൻ തീരുമാനിച്ചതിൻ്റെ സങ്കടാ. അല്ലാതെ പാവാ എൻ്റെ മോള്. പോയി വഴക്ക് മാറ്റിയിട്ട് വാ. അമ്മ പറഞ്ഞു. ഒരിക്കലും ആത്മജ ഇതുപോലെ ഒരിക്കലും പോലും ചെയ്തിട്ടില്ല. അവൾക്ക് മകനോടുള്ള സ്നേഹം ആ അമ്മക്കറിയാം. തൻ്റെ മകൻ ഈ വിധം മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മരുമകളാണ്. അതിൻ്റെ നന്ദി എന്നും അവൾക്ക് അവളോടുണ്ടാകും. അവൻ പാത്രം അവിടെ വെച്ചിട്ട് കൈ കഴുകി റൂമിലേക്ക് നടന്നു. റൂമിൽ ചെല്ലുമ്പോൾ ആത്മജ ബെഡിലിരുന്ന് ആലോചനയിലായിരുന്നു. ജിത്തു വന്നതുപോലും അവൾ അറിഞ്ഞില്ല. അവൻ അവളുടെ അടുത്ത് പോയി ഇരുന്നു. അവളുടെ കയ്യിൽ പിടിച്ചപ്പോൾ മാത്രമാണ് അവൾ അറിഞ്ഞത്. എന്താ പെണ്ണേ നിനക്ക്? അവളുടെ മുഖത്തെ ഭാവം കണ്ട് ജിത്തു ഗൗരവത്തിൽ ചോദിച്ചു. അവളുടെ ഉള്ളിൽ എന്തോ ഉണ്ടെന്ന് അവന് തോന്നി. ഏട്ടൻ പോവണ്ട, അവൾ പതറി സ്വരത്തിൽ പറഞ്ഞു. നോക്ക്, ഇന്ദ്രൻ വെറും ഫ്രണ്ടല്ല എനിക്ക്. അവൻ്റെ ഒപ്പം പോവാതിരിക്കാൻ പറ്റില്ല. നമുക്ക് വേണ്ടി കൂടിയാണ്. ഇപ്പോൾ എൻ്റെ പെണ്ണിന് എന്നെ കാണാതിരിക്കാൻ പറ്റില്ല. കോളേജിൽ അവൻ കൊണ്ടുപോയി ആക്കും. പിന്നെ കഫ, അത് അവൻ നന്നായി മാനേജ് ചെയ്യും. അതാണ് നമ്മുടെ വരുമാനം. പകൽ മാത്രമല്ലേ ഞാനില്ലാതെ. എന്നെ മനസ്സിലാക്കാൻ നീയേ ഉള്ളൂ. എൻ്റെ കൂടെ നീ ഇല്ലെങ്കിൽ പിന്നെ അറിയില്ലേ ഞാൻ വട്ടപൂജ്യമാണെന്ന്. ജിത്തു അവളുടെ മുഖം കയ്യിലെടുത്ത് പ്രണയത്തോടെ പറഞ്ഞു. ഓക്കെ, ഞാൻ ഒറ്റയ്ക്ക് കോളേജിൽ പോയിക്കോളാം. എനിക്ക് അയാളെ പിടിച്ചിട്ടില്ല. പ്ലീസ് ഏട്ടാ, അവൾ ഏറെ മടിയോടെ പറഞ്ഞു നിർത്തി. അയ്യേ, അവനൊരു പാവാ. അവന് നീ ചേച്ചിയാണ്, ഏട്ടൻ്റെ ഭാര്യ. നിനക്ക് തരാൻ എന്തോ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ദേ ഒരു കാര്യം, അവനും ഞാനും സഹോദരങ്ങളാ. അവനെ നീ മാറ്റി നിർത്തരുത്. അതെനിക്ക് പിടിക്കില്ല. അവളെ വിട്ട് മാറിക്കൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു. അവൻ്റെ ദേഷ്യം കണ്ടപ്പോൾ അവൾ ഭയന്നു. ഏട്ടാ, അവൾ പറയാൻ തുടങ്ങിയതും അവൻ ദേഷ്യത്തിൽ നോക്കി. അവൻ്റെ മുഖഭാവം കണ്ട് അവൾ പറയാൻ വന്നത് വിഴുങ്ങി. ഒന്നും പറയണ്ട, വേഗം റെഡിയാവ്. നിന്നെ ആക്കിയിട്ട് വേണം എനിക്ക് പോവാൻ. ജിത്തു അതും പറഞ്ഞിട്ട് റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. അവളുടെ നെഞ്ചിൽ വല്ലാത്ത ഭാരം കയറി. എങ്ങനെയും പറയും ഏട്ടനോട് സത്യങ്ങൾ? അയാളുടെ കൂടെ എന്ത് വിശ്വസിച്ചു പോകും? അവൾ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ജിത്തു ഇന്ദ്രനൊപ്പം തിരുവനന്തപുരത്തേക്ക് യാത്രയായി. ആത്മജ ദീപകിൻ്റെ കൂടെ പോവാതിരിക്കാൻ സുഖമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി. അവൻ മിണ്ടാൻ വരുമ്പോൾ പോലും അവൾ അതിന് പാടെ അവഗണിക്കും. രാത്രി ജിത്തു വിളിക്കുമ്പോൾ ആത്മജ കരച്ചിൽ തുടങ്ങും. നാളെ മുതൽ കോളേജിൽ പോയേ പറ്റൂ. 2 ദിവസം അവൾ കോളേജിൽ പോയില്ല എന്നറിഞ്ഞപ്പോൾ ജിത്തുവിന് നല്ല ദേഷ്യം വന്നു. ഏട്ടൻ എന്നാ വരുന്നത്? അവൾക്ക് അതാണ് അറിയാൻ ഉണ്ടായിരുന്നത്. ഞാൻ അങ്ങോട്ട് വരുന്നില്ല. എന്താ നിനക്ക്? അവൻ അവളുടെ മുഖത്തെ സങ്കടം കണ്ട് ദേഷ്യം ഒട്ടും കുറയ്ക്കാതെ ചോദിച്ചു. ഏട്ടാ, അവൾ കരഞ്ഞു പോയി. അപ്പോഴേക്കും മര്യാദയ്ക്ക് കോളേജിൽ പോവണം. ഞാൻ നാളെ കഴിഞ്ഞാൽ വരും. എൻ്റെ പെണ്ണ് വിഷമിക്കണ്ട. വരുമ്പോൾ ഒരു സാധനം ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അവൻ്റെ ദേഷ്യം മാറ്റി വെച്ചിട്ട് അവളോട് പറഞ്ഞു. എന്താ ഗിഫ്റ്റ്? അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് ചോദിച്ചു. അതൊക്കെയുണ്ട്, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിറ്റേ ദിവസം മുതൽ ആത്മജ കോളേജിൽ പോകാൻ തീരുമാനിച്ചു. ദീപകിൻ്റെ കൂടെ പോകുന്നതും വരുന്നതും അവളിൽ പേടിയുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവൾ നിന്നു. കാറിൻ്റെ ബാക്ക് സീറ്റിൽ അവൾ നേരത്തെ പോയിരിക്കും. അമ്മ അത് കണ്ടെങ്കിലും ഒന്നും പറയാൻ പോയില്ല. അവൾക്ക് അവളുടെ ശരികൾ ഉണ്ടെന്ന് അവർക്കറിയാം. അല്ലെങ്കിലും അവൾക്ക് ദീപക് അന്യനാണ്. ആത്മജ ദീപക് വീട്ടിൽ നിന്നും ഇറങ്ങി റോട്ടിലെത്തിയപ്പോൾ മിററിൽ നോക്കി വിളിച്ചു. അവൾ അവൻ്റെ വിളിയെ കേൾക്കാത്ത മട്ടിൽ വാച്ചിലേക്ക് നോക്കിയിരുന്നു. എനിക്കറിയാം നിനക്ക് എന്നെ കേൾക്കാൻ താല്പര്യമില്ലെന്ന്. നിന്നെ മറക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ആരുടെയും കുറ്റം കൊണ്ടല്ല. നിന്റെ അന്നത്തെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ദീപക് പറഞ്ഞിട്ട് അവളെ വീണ്ടും നോക്കി. എനിക്ക് നിങ്ങളുടെ ഒരു കാര്യവും കേൾക്കാൻ താല്പര്യമില്ല. എൻ്റെ വേദനയിൽ മുഖം തിരിച്ച് നിങ്ങളെ ഞാൻ എന്തിനു കേൾക്കണം? ഒരിക്കൽ നിങ്ങളെ ഞാൻ സ്നേഹിച്ചിരുന്നു. അത് അന്ന്. ഇന്ന് എനിക്ക് നിങ്ങളെ വെറുപ്പാണ്. ആദ്യം നിങ്ങളുടെ കണ്ണീർ കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. എന്നാൽ എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നില്ല. എന്നെ പറഞ്ഞു പറ്റിച്ചവനാണ് നിങ്ങൾ, അവൾ ഉറച്ച വാക്കോടെ പറഞ്ഞു. അവളുടെ മുഖത്ത് ഒരു പതർച്ചയും അവൻ കണ്ടില്ല. നിനക്ക് എന്നോട് വെറുപ്പാവാം, പക്ഷേ നിന്നെ മറക്കാനോ വെറുക്കാനോ എനിക്ക് കഴിയില്ല.
എന്നെ സ്നേഹിക്കരുതെന്ന് പറയാൻ നിനക്ക് അവകാശമില്ല. അവൻ പറഞ്ഞു. അവൻ്റെ കണ്ണിലെ തിളക്കം അവളിൽ ആദി ജനിപ്പിച്ചു. പറ്റില്ല, ഞാൻ നിങ്ങളുടെ ഏട്ടൻ്റെ ഭാര്യയാണ്. എന്നെ പഴയതുപോലെ കാണരുത്, അവൾ ഒച്ച ഉയർത്തി പറഞ്ഞു. അത് നിന്റെ കാര്യം. ഞാൻ എങ്ങനെയാ കാണുമെന്ന് ഞാൻ തീരുമാനിക്കും, അവൻ വാശിയോടെ പറഞ്ഞിട്ട് വണ്ടി വേഗത്തിൽ ഓടിച്ചു. അവൻ്റെ വാക്കുകൾ കേട്ട് ആത്മജ നന്നായി പേടിച്ചു. ഒരിക്കൽ ഇവനെ ഹൃദയത്തോട് ചേർത്ത് പ്രണയിച്ചതിൽ അവൾക്ക് വേദന തോന്നി. ജിത്തുവേട്ടൻ അറിഞ്ഞാൽ തന്നെ തീർച്ചയായും വെറുക്കും. ജിത്തുവേട്ടൻ്റെ ജീവിതത്തിലെ ഒരേ തെറ്റുകൾ കുറ്റങ്ങളും തന്നോട് പറഞ്ഞു കരഞ്ഞതാണ്. അന്ന് തന്നോട് ചോദിച്ചതാണ് തൻ്റെ ജീവിതത്തിൽ ഇതുപോലെ അല്ലെങ്കിൽ പ്രേമമോ മറ്റോ ഉണ്ടായിരുന്നിട്ടുണ്ടോന്ന്. അത് താൻ കള്ളം പറഞ്ഞു. എന്താ ദീപകിനെ പറ്റി പറയാൻ തോന്നിയില്ല. ഇന്ന് താൻ പറയുമ്പോൾ ജിത്തുവേട്ടൻ തന്നെ തെറ്റിദ്ധരിപ്പിക്കും, ഉറപ്പ്. ഇതുപോലെ രഹസ്യങ്ങൾ തനിക്കുണ്ടെന്ന് ജിത്തുവേട്ടൻ വിശ്വസിക്കും. ജിത്തുവേട്ടൻ തന്നെ വിശ്വസിച്ചാൽ പിന്നെ തനിക്കൊരു ജീവനുമില്ല, ജീവിതവുമില്ല, മരണം മാത്രവും തൻ്റെ മുന്നിലുണ്ടാവുക. ക്ലാസ്സിലിരിക്കുമ്പോഴും അവളുടെ ചിന്ത അതായിരുന്നു. വൈകിട്ട് അവൻ വരുന്നത് നോക്കാതെ വീട്ടിലേക്ക് ബസ്സിൽ കയറിപ്പോന്നു. എന്തിനാ ഒറ്റക്ക് വന്നതെന്ന് ചോദിച്ചപ്പോൾ കൂട്ടുകാർ കൂടെ ഉണ്ടായിരുന്നു, അതാണ് ബസ്സിൽ വന്നതെന്ന് കള്ളം പറഞ്ഞു. ചായക്കുടി കഴിഞ്ഞ് റൂമിലെത്തി ഒരു കുളിയും കഴിഞ്ഞ് പഠിക്കാനിരുന്നു. അതിൻ്റെ ഇടയിൽ ജിത്തു വിളിച്ചു. ബസ്സിൽ വന്ന കാര്യം മാത്രം പറയാതെ അവൾ ഒളിച്ചു. അവൻ്റെ മുഖത്ത് സന്തോഷത്തിൻ്റെ കാര്യം തിരക്കിയെങ്കിലും അവൻ അവളോട് പറഞ്ഞില്ല. കുറേ നേരത്തെ സംസാരത്തിന് ശേഷം ഫോൺ വെച്ചു. ഡോറിൻ്റെ അടുത്തേക്ക് നോക്കുമ്പോൾ അവിടെ ദീപക് നിൽക്കുന്നു. അവിടെ ചാടി എണീറ്റപ്പോൾ അവൻ തിരിഞ്ഞ് അവൻ്റെ റൂമിലേക്ക് പോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. താൻ ഇങ്ങനെ ഇതിൽ നിന്നും രക്ഷപ്പെടും